36 വർഷത്തോളം കേരള, തമിഴ്നാട്, കർണാടക പോലീസിനെ വട്ടം കറക്കിയ പിടികിട്ടാപ്പുള്ളി. പ്രമുഖ വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി വനത്തിൽ പാർപ്പിച്ച് സർക്കാരിനോട് മോചനദ്രവ്യം ആവശ്യപ്പെട്ട അതീവ ധൈര്യശാലി. തൻ്റെ കുറ്റകൃത്യങ്ങൾ നടത്താൻ സ്വന്തമായി ഒരു ചെറിയ സൈന്യം തന്നെ ഉണ്ടായിരുന്ന കൊടും കുറ്റവാളി. ഭയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന ഇന്ത്യൻ റോബിൻ ഹുഡ്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലെ വനങ്ങളായിരുന്നു വീരപ്പൻ്റെ പ്രധാന വിഹാര കേന്ദ്രങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏതാണ്ട് 184 ആളുകളെ വീരപ്പൻ കൊലപ്പെടുത്തിയെന്നാണ് ഔദ്യോഗികമായ വിലയിരുത്തൽ. കൂടാതെ 200ഓളം ആനകളെ കൊന്ന് 20 കോടി രൂപയിലധികം വരുന്ന ആനക്കൊമ്പ് അനധികൃതമായി കടത്തിയതിനും 160 കോടിയിലധികം വില വരുന്ന 10,000 ടണ്ണോളം ചന്ദനത്തടി മുറിച്ചു കടത്തിയതിനും വീരപ്പൻ്റെ പേരിൽ കേസുകൾ നിലനിന്നിരുന്നു. വീരപ്പനെ പിടികൂടാൻ 10 വർഷത്തെ കാലയളവിൽ സർക്കാർ ഏകദേശം 200 കോടി രൂപയാണ് ചിലവഴിച്ചത്. 1952 ജനുവരി 18 കർണാടകയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിലാണ് കൂസു മുനിസ്വാമി വീരപ്പൻ ഗൗണ്ടർ എന്ന വീരപ്പൻ്റെ ജനനം. വനമേഖലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച വീരപ്പൻ്റെ അച്ഛനും ബന്ധുക്കളും ഗൗണ്ടർ ഫാമിലി തൊഴിലാളികളായിരുന്നു. കുപ്രസിദ്ധനായ വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ അമ്മാവൻ സാൽവായ് ഗൗണ്ടറിനെ സഹായിച്ചാണ് വീരപ്പൻ തൻ്റെ കുറ്റകൃത്യ ജീവിതം ആരംഭിക്കുന്നത്. വനത്തിലെ ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തുന്നതിൽ തുടങ്ങിയ വീരപ്പൻ്റെ കുറ്റകൃത്യങ്ങൾ പിന്നീട് ആനകളെ കൊന്ന് അവയുടെ കൊമ്പ് മുറിച്ചു കടത്തുന്നതിലേക്ക് തിരിഞ്ഞു. തൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്തവരെ കൊല്ലാൻ തുടങ്ങിയ അയാളുടെ ഇരകൾ പോലീസ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവരം നൽകുന്നവർ എന്നിവരായിരുന്നു. 1969 കുറ്റകൃത്യം ആരംഭിച്ച വീരപ്പൻ ആദ്യമായി 1972 അറസ്റ്റിലായത്. 17ാമത്തെ വയസ്സിലാണ് അയാൾ ആദ്യത്തെ കൊലപാതകം നടത്തുന്നത്. വീരപ്പൻ സാധാരണക്കാരെ കൊല്ലുന്നതിൽ വിമുഖത കാണിച്ചിരുന്ന ഒരാളല്ല. ഒരിക്കൽ ഒരു പോലീസ് ജീപ്പിൽ യാത്ര ചെയ്തതിന് സ്വന്തം ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളെ കൊന്നു. പോലീസ് ഇൻഫോമറാണെന്ന് സംശയിക്കുന്ന ആരെയും അയാൾ പതിവായി കൊലപ്പെടുത്തി. 1987 വീരപ്പൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ചിദംബരം എന്ന സത്യമംഗലം ജില്ലാ വനം ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഈ സംഭവം അയാളെ ആദ്യമായി ഇന്ത്യൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വീരപ്പൻ്റെ ഏറ്റവും കുപ്രസിദ്ധമായ കൊലപാതകങ്ങൾ 1991 നവംബറിൽ മുതിർന്ന IFS ഉദ്യോഗസ്ഥനായ പാണ്ടിലപ്പള്ളി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതും 1992 ഓഗസ്റ്റിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ഹരികൃഷ്ണ ഉൾപ്പെടുന്ന ഒരു പോലീസ് ടീമിനെ പതിയിരുന്ന് ആക്രമിച്ചതും ഉൾപ്പെടുന്നു. വീരപ്പൻ്റെ കുപ്രസിദ്ധിയിലും മീശയിലും ആകൃഷ്ടയായ മുത്തുലക്ഷ്മി എന്ന സ്ത്രീയെ 1990 അയാൾ വിവാഹം കഴിക്കുകയും പിന്നീട് അവർക്ക് വിദ്യാറാണി, പ്രഭ എന്നീ പേരുകളിൽ 2 പെൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ അസ്ഥിരത വീരപ്പൻ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമായി കണ്ടു. വീരപ്പനെ പിടികൂടാനായി പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കുന്നത് ഈ രാഷ്ട്രീയ അസ്ഥിരത കാരണം പല പ്രശ്നങ്ങൾക്കും കാരണമായി. പോലീസ് ഇൻഫോമറാണെന്ന സംശയത്തിൽ മേട്ടൂരിലെ ഗോവിന്ദപ്പടിയിൽ ഒരാളെ വീരപ്പൻ കൊലപ്പെടുത്തി. തൽഫലമായി കേസന്വേഷണത്തിനു വേണ്ടി പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങിയ 41 അംഗ ടീമിനെ നിയോഗിച്ചു. ഇതറിഞ്ഞ വീരപ്പൻ തനിക്കെതിരെയുള്ള ഈ നീക്കം അട്ടിമറിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. കർണാടകയിലെ ചാമരാജനഗറിലുള്ള പാലാറിന് സമീപത്തുകൂടെ 41 പേരടങ്ങിയ വാഹനവ്യൂഹം സഞ്ചരിക്കവേ മണ്ണിൽ കുഴിച്ചിട്ട കുഴിബോംബ് പൊട്ടിത്തെറിക്കുകയും വലിയ അപകടം സംഭവിക്കുകയും ചെയ്തു.
പാലാർ സ്ഫോടനം എന്നറിയപ്പെടുന്ന ഈ അക്രമത്തിൽ 22 സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. വീരപ്പൻ നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിത്. 90കളിൽ വീരപ്പൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് വ്യക്തികളെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. മോചനദ്രവ്യം പലപ്പോഴും അനൗദ്യോഗികമായി നൽകപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1997 ജൂലൈയിൽ ചാമരാജനഗർ ജില്ലയിലെ ബുറൂഡ് വനങ്ങളിൽ 9 വനം ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. മോചനദ്രവ്യം ലഭിക്കാതെ വന്നതിനാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബന്ദികളെ പരിക്കേൽക്കാതെ വിട്ടയച്ചു. 1992 കർണാടക, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വീരപ്പനെ പിടിക്കാൻ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. തമിഴ്നാട്ടിൽ സഞ്ജയ് അറോറയും കർണാടകയിൽ ശങ്കർ ബിദ്രയും സംയുക്ത തലവനായി വാൾട്ടർ ദേവരാമും ഈ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകി. 1992 ഫെബ്രുവരിയിൽ കർണാടക ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥനായ SI ഷക്കീൽ അഹമ്മദ് വീരപ്പൻ്റെ അനുയായി ഗുരുനാഥനെ വധിച്ചു. 3 മാസത്തിന് ശേഷം കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ രാമപുര പോലീസ് സ്റ്റേഷനിൽ വീരപ്പൻ ആക്രമണം നടത്തി നിരവധി പോലീസുകാരെ വധിക്കുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും തട്ടിയെടുക്കുകയും ചെയ്തു. 1992 ഓഗസ്റ്റിൽ വീരപ്പൻ SI ഷക്കീൽ അഹമ്മദിനു വേണ്ടി ഒരു കെണിയൊരുക്കി. ഷക്കീൽ കൃത്യമായി കെണിയിൽ വന്ന് വീഴുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 5 പേർക്കും അന്ന് ജീവൻ വെടിയേണ്ടി വന്നു. പിന്നീട് കർണാടക, തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകൾ ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിലും വീരപ്പൻ്റെ ജന്മസ്ഥലമായ ഗോപിനാഥം ഗ്രാമത്തിലും പ്രവർത്തനങ്ങൾ ശക്തമാക്കി. അധികൃതർ ഗോപിനാഥം ഗ്രാമീണരുമായി കൂടിക്കാഴ്ച നടത്തി വീരപ്പനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് 5 കോടി രൂപ ഇനാം നൽകാമെന്ന് പ്രഖ്യാപിച്ചു. 2000 ജൂലൈ 30 തമിഴ്നാട് കർണാടക അതിർത്തിക്കടുത്തുള്ള സത്യമംഗലം താലൂക്ക് ഈറോഡ് ജില്ലയിലെ ദോദാഗജനൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് പ്രശസ്ത കന്നഡ സിനിമാ താരം രാജ്കുമാറിനെയും മറ്റു 3 പേരെയും വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. ഈ സംഭവം ബാംഗ്ലൂരിലും കർണാടകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ജനങ്ങളുടെ പ്രതിഷേധവും വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുകയും സെപ്റ്റംബർ 22 ബാംഗ്ലൂരിൽ പ്രതിഷേധക്കാർ ഒരു ബന്ദ് നടത്തുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് സർക്കാരിൻ്റെ സഹായം തേടി ചെന്നൈ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി തമിഴ് മാസികയായ നക്കീരൻ്റെ എഡിറ്റർ R. ഗോപാലിനെ വീരപ്പനുമായി ഒരു സന്ധി സംഭാഷണത്തിന് അയക്കാൻ തീരുമാനിച്ചു. സമാനമായ ചർച്ചകൾ ഇതിനു മുൻപും ഗോപാൽ വീരപ്പനുമായി നടത്തിയിരുന്നതിനാലാണ് ഇയാളെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. വീരപ്പനും ഗോപാലും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ അയാൾ തൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി വീഡിയോ ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞു. കാവേരി ജലതർക്കത്തിന് തമിഴ്നാടിന് നീതി ലഭിക്കുക, കർണാടകത്തിൻ്റെ 2ാമത്തെ ഔദ്യോഗിക ഭാഷ തമിഴാക്കുക, തമിഴ്നാട്ടിൽ ജയിലിൽ കിടക്കുന്ന ചില തമിഴ് തീവ്രവാദികളെ മോചിപ്പിക്കുക എന്നിവയായിരുന്നു വീരപ്പൻ്റെ പ്രധാന ആവശ്യങ്ങൾ. 108 ദിവസം വീരപ്പൻ്റെ തടവിൽ കഴിഞ്ഞ രാജ്കുമാറിനെ ഒടുവിൽ 2000 നവംബറിൽ മോചനദ്രവ്യം കൂടാതെ വിട്ടയക്കുകയായിരുന്നു. മോചിപ്പിക്കാനായി കർണാടക സർക്കാർ 20 കോടി രൂപ നൽകിയെന്ന് ഒരു അനൗദ്യോഗിക വാർത്ത പ്രചാരത്തിലുണ്ട്. 2002 ഓഗസ്റ്റ് 25 വീരപ്പൻ കർണാടക മുൻ മുഖ്യമന്ത്രിയായിരുന്ന H. നാഗപ്പയെ ചാമരാജനഗർ ജില്ലയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും സംയുക്ത സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകൾ കേരള പോലീസുമായി ചേർന്ന് നാഗപ്പയെ മോചിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റുമുട്ടൽ പരാജയമായിരുന്നു. 3 മാസത്തിന് ശേഷം നാഗപ്പയെ കർണാടക വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തോടെ വീരപ്പനെ പിടികൂടാൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം കർണാടക സർക്കാർ 15 കോടി രൂപയായി ഉയർത്തി. നിരോധിത സംഘടനകളായ തമിഴ് നാഷണൽ റിട്രീവൽ ട്രൂപ്പ്, തമിഴ് ലിബറേഷൻ ആർമി എന്നിവ വീരപ്പനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2004 ഒക്ടോബർ 18 വീരപ്പനെയും 2 കൂട്ടാളികളെയും K. വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒരു ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തി. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ പപ്പരപ്പട്ടി ഗ്രാമത്തിനടുത്താണ് ഓപ്പറേഷൻ കൊക്കൂൺ എന്നറിയപ്പെടുന്ന ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഓപ്പറേഷൻ കൊക്കൂണിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം.
വീരപ്പൻ്റെ മരണവാർത്ത കേട്ട് ഗോപിനാഥം ഗ്രാമവാസികൾ പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത്. വീരപ്പൻ്റെ മരണത്തെ ഒരു രാക്ഷസന്റെ മരണം എന്നാണ് ദി ഗാർഡിയൻ എന്ന പത്രം വിശേഷിപ്പിച്ചത്. വീരപ്പൻ എന്ന കുപ്രസിദ്ധ കൊള്ളക്കാരനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.